ഇന്ന് പകൽ ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഇന്നലകളിൽ കഷ്ടത്തിന് നടുവിൽ നിങ്ങളെ കണ്ടവർ നാളെ സ്വർഗം നിങ്ങൾക്ക് തരുന്ന വിടുതലുകൾ, അതിന്റെ നടുവിലൂടെ സ്വർഗം നിങ്ങളെ നടത്തുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ നടുവില് നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ച് അകത്ത് കയറിയ മനുഷ്യനെ ആലയത്തിന്റെ അകത്ത് കണ്ടപ്പോൾ ഇന്നലകളിൽ അവനെ കണ്ടവർ പറഞ്ഞു, ഇന്നവനെ കണ്ടവർ പറഞ്ഞു, ഇന്നലകളിലും ഇന്നും കൂടെ അവനെ ചേർത്ത് വായിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇവനല്ലേ അവിടെ കിടന്നത്. പക്ഷെ ഇന്നലെ കിടന്നതും ഇന്നിവൻ ചാടുന്നതും കാണുമ്പോൾ ഇന്നലെ കിടന്നവനാണ് ഇന്ന് ഈ ചാടുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത നിലകളിൽ ഇവന്റെ അവസ്ഥ എങ്ങനെ മാറി? പറയും, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ബലഹീനതയിലേക്ക് ദൈവസാന്നിധ്യം വ്യാപരിച്ചപ്പോൾ 40 വർഷമായി അവനെ വട്ടം കെട്ടി ചുറ്റി അവനെ എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം ഒരു യൗവന ശരീരത്തെ ഒതുക്കിയ മണ്ഡലത്തിൽ നിന്ന് യേശുവിന്റെ നാമം അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് മകൾ സഭയോട് പറയുന്നു, ഇന്നലകളിൽ നിന്റെ കഷ്ടതയ്ക്കകത്ത് നിന്നെ കണ്ടവർ, കഷ്ടതയ്ക്കകത്ത് നീ കരഞ്ഞ് 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 നിന്റെ കണ്ണു കലങ്ങിയ അനുഭവങ്ങൾ, എന്നാൽ നാളെ സ്വർഗം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമ്പോൾ നിന്റെ മുഖത്ത് ഇന്നലകളിൽ ഏറ്റ തുപ്പൽ കാണില്ല, ഇന്നലകളിൽ രക്തപ്പാടുകൾ കാണില്ല, ഇന്നലത്തെ മ്ലാനതകൾ കാണില്ല, ഇന്നലത്തെ ദുഃഖങ്ങൾ കാണില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മകൾ പറ, അത് ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ, എന്റെ കഷ്ടത മാറാൻ പോകുകയാ, എന്റെ തകർച്ച മാറാൻ പോകുകയാ. ഇത് പിശാച് വരുത്തിയതല്ല, ഇത് ലോകം വരുത്തിയതല്ല, ഇത് ദൈവം വരുത്തിയതാ. കാരണം ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഒരു ഹിഡൻ പർപ്പസ് ഉണ്ട്.